ആ ഒരു ഗുരുവിൻ്റെ ശാപം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വീതം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഭയപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഇക്കാലത്തെ പ്രമുഖരായ പല നടന്മാരും മിമിക്രിയിൽ നിന്നാണ് സിനിമയിൽ വന്നത്. ജയറാം മുതൽക്ക് കലാഭവൻ മണി, അല്ലെങ്കിൽ എൻ എഫ് വർഗീസ്, ഇങ്ങനെ ഹാരിസ് അശോകൻ, മറ്റു പലരും അങ്ങനെ വന്നവരാണ് ദിലീപ്. ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് വലിയ അവസരങ്ങൾ കൊടുത്ത ആളാണ്. 6-7 സിനിമയിൽ നായകനായിട്ട് അഭിനയിപ്പിച്ച വിനയനെ തന്നെ പുള്ളി ഈ പണ്ട് പാസ്വാസുരന് വരം കൊടുത്ത പോലെ ആ വിദ്യ പുള്ളി ആദ്യം തന്നെ ഇദ്ദേഹത്തിനിട്ട് പെരുമാറി. തിലകൻ എന്ന് പറഞ്ഞാൽ വലിയ മഹാനടനെ മലയാള സിനിമയിൽ നിന്ന് ഏറെക്കുറെ ഔട്ടാക്കിച്ചു. അതുപോലെ പാവപ്പെട്ട ബാളാരവിന്ദൻ, ആ പാവത്തിനെ പുള്ളി മലയാള സിനിമയിൽ ഒന്നുകൂടെ ഉണ്ടാക്കി. ക്യാപ്റ്റൻ രാജു, അങ്ങനെ പല ആളുകൾക്കും ഇദ്ദേഹത്തിൻ്റെ ഈ പ്രതികാര അഗ്നിയുടെ എന്താണ് ദുരന്ത ഫലം അനുഭവപ്പെടും. ഇവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് വെച്ചാൽ മലയാള സിനിമ ശ്വാസമടക്കി കണ്ടുനിന്ന കാഴ്ചയാണ്. കാരണം എന്ന് വെച്ചാൽ ഒന്നുകിൽ ലിബർട്ടി ബഷീർ അല്ലെങ്കിൽ ആ ദിലീപ്, രണ്ടിലൊരാൾ അടിപ്പെട്ടേ തീരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമ ഈ ദിലീപ് എന്ന് പറഞ്ഞ നടൻ കാൽച്ചൂട്ടിൽ. ഈ സുപ്രസിദ്ധ സിനിമാ നടനല്ല, കുപ്രസിദ്ധ സിനിമാ നടൻ എന്നുള്ളത് കുറച്ചുകൂടി ശരി എന്നെനിക്ക് തോന്നുന്നു. കുപ്രസിദ്ധ സിനിമാ നടൻ ദിലീപ് എന്ന് വിളിക്കുന്ന ഗോപാലകൃഷ്ണൻ എൻ്റെ ഒരു അയൽവാസിയും ബാല്യകാല സുഹൃത്തും ബന്ധു കൂടിയാണ് എന്ന കാര്യം പലർക്കും അറിയാമോ എന്നെനിക്കറിയില്ല. എന്നാൽ സത്യം അതാണ്. ഞങ്ങൾ രണ്ടുപേരും നാട്ടുകാരാണ്, അയൽവാസികളാണ്, ബന്ധുക്കളുമാണ്. ഞാനത് അധികം ആൾക്കാരോട് പറയാറില്ല. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം ജനപ്രിയ നായകനായ കാലത്ത് ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഒരു അന്തസ്സിന് കുറവായിരുന്നു. അദ്ദേഹം ഈ പീഡന കേസിൽ പ്രതിയായതിനു ശേഷം ഇത് പറഞ്ഞാൽ എനിക്ക് ആ അന്തസ്സിന് കുറവാണ് എന്നുള്ളതാണ്. ഇപ്പോൾ അന്തസ്സിനെ കുറിച്ച് ആലോചന ഇല്ലാതെ ഞാൻ നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഇദ്ദേഹത്തെ എനിക്ക് വളരെ കുട്ടിക്കാലം മുതൽക്കറിയാം. എന്നെക്കാളും 4 കൂടിയാൽ 5 വയസ്സ് അദ്ദേഹത്തിന് കുറവുള്ളൂ. ഞങ്ങൾ 4-5 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 4-5 വയസ്സിന് ഞാൻ അദ്ദേഹത്തെക്കാളും മുതിർന്ന ആളാണ്, കണ്ടാൽ തോന്നില്ല എങ്കിൽ പോലും. അദ്ദേഹത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പുള്ളി അവിടുത്തെ ഒരു സ്ഥാനത്തെ പ്രധാനപ്പെട്ട ആ ഒരു നായർ തറവാട്ടിലെ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ, അച്ഛൻ്റെ അച്ഛൻ സ്ഥലത്തെ ഒരു വലിയ പ്രമാണിയും ഭൂവുടമയും മറ്റുമൊക്കെ ആയിരുന്നു. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരന്മാരെല്ലാവരും നല്ല നിലയിലാണ്. അവരുടെ മക്കളും മക്കളുടെ മക്കളുമൊക്കെ നല്ല നിലയിലാണ്. എല്ലാം ഒരു ഭേദപ്പെട്ട കുടുംബമാണ്. സർക്കാർ ജോലിയും മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ഉള്ളവരാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് അത്യാവശ്യം മദ്യപാന ശീലമൊക്കെ ഉള്ള ആളായതുകൊണ്ട് ഇവരുടെ ആ ഒരു ബ്രാഞ്ച് മാത്രം കുറച്ച് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നേരിടുന്ന കൂട്ടത്തിലായിരുന്നു. അദ്ദേഹം അവിടെ ആലുവയിലൊരു സ്കൂളിലാണ് പഠിച്ചത്. തുടർന്ന് ആലുവ UC കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നു. പ്രീ ഡിഗ്രി 3rd ഗ്രൂപ്പായിരുന്നു. പഠിക്കുന്ന സമയത്ത് ഇദ്ദേഹം അത്യാവശ്യം മിമിക്രി മോണോ ആക്റ്റൊക്കെ നടത്തുന്ന ആളാണ്. UC കോളേജിലെ വളരെ പണ്ഡിതനായ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു അധ്യാപകനെ പരിഹസിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ പോരാ, മുറിപ്പെടുത്തുന്ന രീതിയിൽ ഇദ്ദേഹം ഒരിക്കൽ മിമിക്രി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ചരിത്രം. അത് ഈ അധ്യാപകരെ വ്യക്തിപരമായിട്ട് വളരെ വേദനിപ്പിച്ചു. അത്രയും ഒരു ഹർട്ടിംഗ് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അതേ തുടർന്ന് പ്രിൻസിപ്പളായിരുന്ന അന്നത്തെ ഡോക്ടർ AM ചാക്കോ സാർ ഇദ്ദേഹത്തിൻ്റെ പേര് നടപടിയൊന്നും എടുത്തില്ല. കോളേജിൽ നിന്ന് പോയപ്പോൾ ഇനി മേലിൽ ഈ കോളേജിൽ അപ്ലൈ ചെയ്യില്ല എന്ന് എഴുതി പഠിച്ചിട്ടാണ് പുള്ളിക്ക് TC കോട്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടത്. ആ ഒരു ഗുരുവിൻ്റെ ശാപം ഇദ്ദേഹത്തിൻ്റെ തലയ്ക്ക് വീതം ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഭയപ്പെടേണ്ടിയിരിക്കുന്നു. പിന്നീട് പുള്ളി മഹാരാജ് കോളേജിൽ പൊളിറ്റിക്സ് BAക്ക് ചേർന്നു, BA പാസ്സായി. അതിനുശേഷം ഇദ്ദേഹം ഹരിശ്രീ എന്ന് പറഞ്ഞ ട്രൂപ്പിൽ മിമിക്രിക്ക് പോകാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും ഇദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ഥിതിയൊക്കെ കുറച്ച് മോശമായിരുന്നു. അവർ ദേശത്തു നിന്ന് താമസം ഇളങ്കുന്നപ്പുഴയ്ക്ക് മാറ്റി. ഇളങ്കുന്നപ്പുഴയാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ സ്ഥലം എന്ന് ഞാൻ മനസ്സിലാക്കും. അവിടെ താമസിക്കുന്നു. പിന്നെ ദേശത്തും അങ്ങനെ കാണാതെ കുറച്ച് കാലത്തിന് ശേഷം പുള്ളി സിനിമയിലെത്തി എന്ന വാർത്ത കേൾക്കുന്നത്. മിമിക്രിയുടെ പ്രൊമോഷൻ പോസ്റ്റാണ് സിനിമ. നമ്മുടെ ഇക്കാലത്തെ പ്രമുഖരായ പല നടന്മാരും മിമിക്രിയിൽ നിന്നാണ് സിനിമയിൽ വന്നത്. ജയറാം മുതൽക്ക് കലാഭവൻ മണി, അല്ലെങ്കിൽ NF വർഗീസ്, ഇങ്ങനെ ഹാരിസ് അശോകൻ, മറ്റു പലരും അങ്ങനെ വന്നവരാണ് ദിലീപും. ചെറിയ റോളുകളിൽ അഭിനയിക്കുന്നു. അതോടൊപ്പം തന്നെ കമലിൻ്റെ സംവിധാന സഹായിയായിട്ട് വരുന്നു. മാനത്തെ കൊട്ടാരം എന്ന സിനിമയിലാണ് ഇദ്ദേഹം സാമാന്യം ഭേദപ്പെട്ട റോൾ ചെയ്ത് നടൻ എന്ന രീതിയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. പിന്നീട് സല്ലാപത്തിൽ അഭിനയിക്കുന്നു. സല്ലാപത്തിൽ മഞ്ജു വാര്യരുടെ നായകനായിട്ട് ഒരു നായകൻ കൂടി, അത് മനോജ് K. ജയനാണ്. പിന്നീട് വിനയനാണ് ഇദ്ദേഹത്തിന് സീരിയസ് ആയിട്ടൊരു റോൾ കൊടുക്കുന്നത്. കല്യാണ